പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം ഇവിടെ ആയിരിക്കാൻ ദൈവൻ്റെ ജീവിതത്തിൽ തന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ ഇന്ന് ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിനെ ഓർത്ത്, അതുപോലെ സഭ തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ കടന്നു വന്നപ്പോഴാണ് പ്രിയ ബ്ലസ്സിനെ കാണുവാൻ അറിയുന്നത്. എൻ്റെ അനിയത്തിയുടെ ആങ്ങളെയാണ്. അത് ഞങ്ങൾ ഒരു നാട്ടുകാരാണ് എന്ന് ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. എന്നാൽ ദൈവം ഹല്ലേലൂയ ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കാണുവാൻ ദൈവം തന്ന കൃപകളെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു. നമ്മൾ ഈ ലോകത്തിലെ ബന്ധത്തിലും ഉപരിയായിട്ട് കർത്താവിൽ നമ്മളെല്ലാവരും ഒന്നാണ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. ഞങ്ങൾ ഏകദേശം ഹല്ലേലൂയ 32 വർഷമായി ഡൽഹി പട്ടണത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അവിടെ കർത്താവ് ഞങ്ങളെ ഹല്ലേലൂയ അത്ഭുതമായി നടത്തുന്നവൻ്റെ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ടെസ്റ്റിമണി അല്പം പറഞ്ഞതിന് ശേഷം, കാരണം ടെസ്റ്റിമണി പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, എന്നാൽ അല്പം പറഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് ജനിച്ച് വളർന്നത്. ഞാൻ ബീഹാറിലാണ് പഠിച്ചത്. ബുക്കാറോ സ്റ്റീൽ സിറ്റിയിൽ പഠിച്ച് എൻ്റെ പപ്പാവിടെ ബുക്കാറോ സ്റ്റീൽ സിറ്റിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം എൻ്റെ 12ാം ക്ലാസ്സിൻ്റെ ശേഷം ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടി വാരാണസിയിൽ ലക്നൗയിൽ പോയി. അവിടെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ ബീഹാർ ബലിയ എന്ന പട്ടണത്തിൽ ഫേഫനയിൽ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം മലയാളികളുടെ ഒക്കെ എപ്പോഴും ഒരു തിങ്കിങ് ഉണ്ട്, മക്കളെയൊക്കെ നേഴ്സിങ്ങിന് വിടണമെന്നുള്ള. അങ്ങനെ ഞാൻ വറങ്കലിൽ ഒരു വർഷം നേഴ്സിംഗ് പഠിക്കുവാനായിട്ട് ഞാനും എൻ്റെ മമ്മിയുടെ അനീതി ഉണ്ടായിരുന്നു. അത് കർത്താവിൻ്റെ ദാസൻ സജി പാസ്റ്ററിൻ്റെ വൈഫാണ് അനീതി. അതുപോലെ പാസ്റ്റർ ബെൻസൺ മത്തായിയുടെ വൈഫ് മിനി. ഞങ്ങൾ 3 പേരും ഒന്നിച്ചാണ് ഒരിടത്തേക്ക് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവളെ കാണുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അവളോട് ഒന്നിച്ച് ഒരു ആരാധനയിൽ കൂടുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് എൻ്റെ സെക്കൻഡ് ഇയറിലായപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് സുഖമില്ലാതെ പെട്ടെന്ന് വരുവാനിടയായി. അങ്ങനെ ഡോക്ടേഴ്സ്, ഓൺകോളജി ഡോക്ടേഴ്സ് ബ്രെയിൻ ട്യൂമർ എന്ന് അവിടെ പറയുവാനിടയായി. എന്നാൽ ആ സമയത്ത് ഞാൻ വളരെ വേദനയോടുകൂടി ദൈവസേനയിലായിരുന്നു. കാരണം മാതാപിതാക്കൾ ഒത്തിരി പൈസ ചിലവാക്കിയിട്ടാണ് ഒരു മക്കളെ നഴ്സിംഗ് പഠിപ്പിക്കാനോ അങ്ങനെയൊക്കെ വിടുന്നത്. എന്നാൽ ദൈവത്തിന് ഒരാളെ കുറിച്ചൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ ഇന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ വലിയ കൃപയൊന്നു മാത്രമാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് ഏകദേശം ഒരാഴ്ചക്കാലം ഞാൻ ബോധമില്ലാതെ കിടന്നു. അതിന് ശേഷം എൻ്റെ മമ്മിയുടെ ബ്രദറിൻ്റെ വീട്ടിൽ മദ്രാസിൽ കടന്നുപോയി. അവിടെ ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. ആ ദേവദാസൻ അന്ന് അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്തൊക്കെയും എനിക്ക് വളരെ പാസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കാരണം ഞാനൊരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ച് വളർന്നതായതുകൊണ്ട് പാസ്റ്റർമാരെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പോൾ ആ ദേവദാസനോട് ഇപ്രകാരം പറഞ്ഞു, മോളെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം നിനക്ക് സൗഖ്യം തരും, പക്ഷെ നീ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ദേവദാസൻ എന്നെ പ്രാർത്ഥിച്ച് എന്നെ സൗഖ്യമാക്കാൻ. പക്ഷെ ഞാൻ ഒന്നുമില്ല, ദേവദാസൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയ ശേഷം ആ സമയത്ത് ദേവദാസൻ എൻ്റെ ജീവിതത്തിലെ ഓരോ കുറവുകൾ ഇങ്ങനെ പറയുവാൻ തുടങ്ങി. ആ സമയത്ത് അന്ന് വരെ പോലും ഹല്ലേലൂയ ഞാൻ എൻ്റെ അന്നത്തെ സ്വഭാവം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ ഞാൻ ഒരുത്തർക്കും ഹല്ലേലൂയ പെന്തക്കോസ് കുടുംബത്തിൽ വളർന്നു. പെന്തക്കോസ് ചർച്ച് അവിടെ ബുക്കാറോയിൽ ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡിലായിരുന്നു, എല്ലാമായിരുന്ന സ്ഥാനത്തും. പക്ഷേ ആർക്കും ഒരു കീഴ്പ്പെടുന്ന ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു. എന്നാൽ അന്ന് ദേവദാസൻ പറഞ്ഞ ആ സമയത്ത് ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. കർത്താവേ, നീ എനിക്ക് സൗഖ്യം തരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി കടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞു. ആ ഒരു തീരുമാനത്തിൻ്റെ മുമ്പിൽ ദൈവം ഇത്രത്തോളം എന്നെ നിലനിർത്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് ഹല്ലേലൂയ ഒരു ബ്രെയിൻ ട്യൂമറായ വ്യക്തിയല്ല, എന്നാൽ കർത്താവിന് വേണ്ടി കർത്താവിന് എന്നെ ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് ആരെങ്കിലും ഹല്ലേലൂയ രോഗത്താലായിരിക്കുന്നുവെങ്കിൽ എനിക്ക് പറയുവാനുള്ളത് ഹല്ലേലൂയ നമ്മുടെ ദൈവം നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ രോഗങ്ങൾക്കും അവൻ സൗഖ്യദായകനാണ്. ഹല്ലേലൂയ 92-ൽ ഞാൻ കടന്നുപോയി. അതിനുശേഷം ഹല്ലേലൂയ കുറച്ചു കാലം ഞാൻ OM ടീമിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 93-ൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. ദൈവം ഹല്ലേലൂയ 94-ൽ ഞങ്ങളൊരു പൈനിയർ ഫീൽഡ് എടുത്ത് രോഹിണി എന്ന പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ കർത്താവിൻ്റെ വേല അവിടെ ആരംഭിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം ഞങ്ങളെ അത്ഭുതമായി നടത്തി. ഹല്ലേലൂയ ഹല്ലേലൂയ 94 ഞങ്ങളുടെ കുഞ്ഞ് 3 മാസമേ ഉള്ളായിരുന്നു. അവളെ എടുത്തുകൊണ്ട് ഹല്ലേലൂയ ആ പട്ടണത്തിൽ ആ ദേശത്ത്
സമയത്ത് ആരുമില്ലായിരുന്ന സ്ഥാനത്ത് ഏകദേശം 6 മാസക്കാലം ഞങ്ങൾ പാവിരിച്ച് കർത്താവിനെ സ്തുതിച്ച് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന്. അന്നേരം ഒരു ഫാനില്ല, ഒന്നുമില്ലായിരുന്നു. എങ്കിലും ദൈവം ഇന്നെല്ലാം തന്ന് ദൈവം ഞങ്ങളെ അത്ഭുതമായി നടത്തിയ അവൻ്റെ വലിയ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യാണ് പ്രിയപ്പെട്ടവരെ. അതിനുശേഷം 8 വർഷക്കാലം ഞാൻ വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തു. വേൾഡ് വിഷനിൽ വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ അതൊരു സോഷ്യൽ വർക്കായിരുന്നു. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ അവിടെ ഇവാഞ്ചലിസം ഇല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ഞാൻ മൺഡേ ടു ഫ്രൈഡേ ഞാൻ ഓരോ വീടുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അവിടെ സ്ലം വർക്കാണ്. ഓരോ വീടുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം സാറ്റർഡേ കർത്താവിൻ്റെ ദാസനും ഞങ്ങൾ ഒന്നിച്ച് അവിടെ കടന്നുപോയി ആ വീടുകൾക്ക് വേണ്ടി അവരോട് സുവിശേഷം പറഞ്ഞ് ദൈവത്തെ. അതുകൊണ്ട് ഇന്ന് 9 എടുത്ത് കർത്താവിൻ്റെ വേല ഞങ്ങൾക്ക് ആ ഏറിയയിൽ ദൈവം തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു ചർച്ച് തന്നിട്ടുണ്ട്. അനേക ആത്മാക്കളെ ദൈവം തന്നിട്ടുണ്ട്. ഏകദേശം 85 ആൾക്കാരെ ഹിന്ദുക്കളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാണ്. ബ്രാഹ്മൺസ് ഉണ്ട്, അല്ല വേറെ വേറെ ഭാഷക്കാരുണ്ട്, നേപ്പാളികളുണ്ട്, യുപിക്കാരുണ്ട്, ബീഹാറികളുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ പല അനേക ജാതികളിൽ നിന്ന് ദൈവം അനേകരെ ഞങ്ങൾക്ക് തരുവാൻ ദൈവം ഇടയാക്കി. കഴിഞ്ഞ ദിവസക്കാലം എന്നോട് മിനി പറയുവാനറിയായി, എടി നിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നീ അനേക ആത്മാക്കളെ നേടി ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൽ ഒരു മുതൽ കൂട്ടാക്കുവാൻ ദൈവം എന്ന കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മൾ എന്ത് നേടിയാലും ഹല്ലേലൂയ അതൊക്കെ നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും പ്രിയപ്പെട്ടവരെ. എന്നാൽ സ്വർഗരാജ്യത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാണെങ്കിൽ അതിലും വലിയൊരു മുതൽ കൂട്ടൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ദൈവം ഞങ്ങളെ അവിടെ ഭദ്രമേറി പരിപാലിക്കുന്നു. ഹല്ലേലൂയ ദൈവം ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ തന്നു. 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. എനിക്കിപ്പോൾ ഹല്ലേലൂയ 3 കൊച്ചുമക്കളുണ്ട്. ഇനി 5 കൊച്ചുമക്കൾ ഉണ്ടാകാൻ പോവുക. ഹല്ലേലൂയ ദൈവം അതിലും ഹല്ലേലൂയ കൃപ തന്നു. ഹല്ലേലൂയ എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ ഓരോ ദിവസവും ഹല്ലേലൂയ ഞാൻ ആ സമയത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയത്ത് ഒത്തിരി കഷ്ടങ്ങൾ സഹിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ എൻ്റെ വീട്ടിലും കർത്താവിൻ്റെ ദാസൻ്റെ വീട്ടിലും ഒന്നിനും ഒരു കുറവില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് ഞങ്ങൾ ഒരു വ്യക്തിയോട് പോലും ഒരു കാര്യം പോലും ചോദിച്ചില്ല. മുട്ടുമടക്കുമ്പോൾ ദൈവം ഉത്തരം തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ ഇന്ന് ദൈവം ഞങ്ങൾക്ക് നല്ലൊരു ചർച്ച് തന്നു. ഞങ്ങളുടെ താഴെ താമസിക്കുന്ന മോളി ചർച്ച്, അതിൻ്റെ മോളി ബാപ്റ്റിസം ടാങ് ദൈവം അനേക ആത്മാക്കളെ തന്ന് ദൈവം തൃപ്തിപ്പെടുത്തുന്നു. ഹല്ലേലൂയ നീ ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് നിങ്ങൾ ആ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം എന്തുവാ, അന്യമതത്തിൽ നിന്ന് കടന്നു വരുന്നവരാ. ഹല്ലേലൂയ അവരുടെ പുറകിൽ പ്രാർത്ഥിക്കാൻ ആരുമില്ല പ്രിയപ്പെട്ടവരെ. അവർക്ക് വേണ്ടി നിങ്ങൾ ഹല്ലേലൂയ ഒത്രയും പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിലുള്ള ആ വരുന്നതായ ജനം ഹല്ലേലൂയ അവർ ദൈവത്തെ അറിഞ്ഞു വേണം. ഹല്ലേലൂയ അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരിക്കലും ഹല്ലേലൂയ സഭ ഇട്ടിട്ട് പോകുവാൻ സാധ്യമല്ല. കാരണം ഒരാളുടെ പ്രസൻസ് എപ്പോഴും അവിടെ വേണം. കാരണം ഹല്ലേലൂയ നിങ്ങൾക്കറിയാമല്ലോ ഹല്ലേലൂയ അവർ ഏത് ആവശ്യമുണ്ടോ ആ ആവശ്യത്തിന് മൊത്തത്തിൽ ഞങ്ങൾ കടന്നു പോകണം. ഹല്ലേലൂയ അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന് വരുവാൻ സാധിച്ചില്ല. ഹല്ലേലൂയ നിങ്ങൾ ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ നിങ്ങൾക്കറിയാം നോർത്ത് ഇന്ത്യയിലെ പ്രദേശത്ത് അനേക ബുദ്ധിമുട്ടുകളൊക്കെ നടക്കുമ്പോഴും അതിൻ്റെ മധ്യത്തിൽ ഞങ്ങളുടെ അവിടെ ഒരു ദിവസം ഒരു ആരാധന നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ ചുറ്റുപാടുള്ള ജനം ചോദിക്കും, ഫാദർ ഇന്ന് സത്സംഗ് നടന്നില്ലേ? ഹല്ലേലൂയ കാരണം അതുപോലെ ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന ഒരു ചുറ്റുപാടാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കുള്ളത്. ഹല്ലേലൂയ അത് ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മിടുക്കോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടുകൂടെ ആര് നിൽക്കുമോ അവർക്ക് വേണ്ടി സ്വർഗം ഇറങ്ങുന്ന ദൈവമാണ്. ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ സാക്ഷ്യം ഒത്തിരിയുണ്ട്. ഞാൻ വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 1-ാം വാക്യം ഹല്ലേലൂയ വായിക്കാം. ഹല്ലേലൂയ അവിടെ ഇപ്രകാരം നമ്മൾ കാണുന്നു, അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായകയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചിരുന്നതായ പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ ഒരു രാജാവിൻ്റെ ഉറക്കം കെട്ടിരിക്കുക. ഹല്ലേലൂയ എന്താ പ്രിയപ്പെട്ടവരെ രാജാവിൻ്റെ ഉറക്കം കെട്ടതിൻ്റെ കാരണം എന്തോ? ഹല്ലേലൂയ ഒരു ദൈവഭക്തനായ മൊർദെഖായിക്ക് വേണ്ടി അതിൻ്റെ മുകളിൽ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ ഒരു കഴുകുമരം ഉണ്ടാക്കിയ ഹല്ലേലൂയ
ഹല്ലേലൂയ. എന്തുകൊണ്ടാ കഴുകുമരം ഉണ്ടാക്കിയെന്ന് നമുക്കറിയണ്ടേ? ഹല്ലേലൂയ. ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. എവിടെ കാണുവാൻ സാധിക്കുന്നു? അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം നമ്മുടെ ചില വിഷയത്തിന്റെ മധ്യത്തില് നമ്മുടെ രാജാവ് ഉറങ്ങാതെ വേണം നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ 5:14 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് വായിച്ചാട്ടെ. അതിന് അവന്റെ ഭാര്യ സേരശും അവന്റെ സകല സ്നേഹിതന്മാരും അവനോട് 50 മുഴം ഉയരമുള്ള ഒരു കഴുകുമരം ഉണ്ടാക്കട്ടെ, മൊർദെഖായി അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം, പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോട് കൂടെ വിരുന്നിന് പോകാമെന്ന് പറഞ്ഞു. ഈ കാര്യം ഹാമാന് ബോധിച്ചു. അവൻ കഴുകുമരം ഉണ്ടാക്കി. ഇവിടെ പ്ലാൻ ഉണ്ടാക്കുന്ന ആരാ? ഹല്ലേലൂയ. പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആരാ? സേരസ് അല്ലേ? ഭാര്യ സേരസ്. ഇവിടെ ആരെന്തുവാ പ്ലാൻ ഉണ്ടാക്കുന്നത്? ഹല്ലേലൂയ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഞാൻ പല സഹോദരിമാരുടെയൊക്കെ മീറ്റിങ്ങിൽ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, പല പ്ലാനുകളും നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കും. ഹല്ലേലൂയ. അത് കറക്റ്റ് ആണോ എന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് ഹല്ലേലൂയ ചിന്തിച്ചതിന് ശേഷമേ അതിന് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കാവൂ. ഹല്ലേലൂയ. ഇവിടെ ഹാമാൻ വളരെ പ്രയാസത്തോടെ ഓടി വന്ന് ഭാര്യയോട് പറഞ്ഞ ഉടനെ ആ ഭാര്യ പറഞ്ഞ എന്തോ ഒരു കഴുമരം അങ്ങ് ഉണ്ടാക്കുക, എന്നിട്ട് നിനക്ക് നന്നായിട്ട് പോയി വിരുന്നിലിരുന്ന് സന്തോഷിക്കാമെന്ന്. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഭാര്യ പറഞ്ഞാലും ഫ്രണ്ട്സ് പറഞ്ഞാലും ഹല്ലേലൂയ ആർക്ക് വേണ്ടിയാ കഴുമരം ഉണ്ടാക്കിയത്? ഒരു മൊർദെഖായിക്ക് വേണ്ടിയാ കഴുമരം ഉണ്ടാക്കിയത്. ഹല്ലേലൂയ. മൊർദെഖായിക്ക് സാധാരണ ഹല്ലേലൂയ ഒരു ദൈവഭക്തനാ പ്രിയപ്പെട്ടവരെ. മൊർദെഖായി ഒരു സാധാരണ വ്യക്തി അല്ലായിരുന്നു അവൻ. ഹല്ലേലൂയ. അവൻ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിൻ്റെതായ 3-ാം അധ്യായത്തിന്റെ അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കാം. രാജാവിന്റെ വാതിൽക്കലെ രാജഭൃത്യന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചുണ്ടായിരുന്നു. എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ടില്ല, നമസ്കരിച്ചതുമില്ല. ആമേൻ. എന്തുകൊണ്ടാ മൊർദെഖായി എന്തോ ചെയ്തു? ഹാമാനെ കുമ്പിട്ടില്ല. ഹല്ലേലൂയ. മൊർദെഖായിക്കറിയാം ഈ ലോകത്തിൽ കുമ്പിടാൻ ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് നമ്മുടെ കർത്താവ് മാത്രമേ. ഹല്ലേലൂയ. ഇതുപോലെ നമ്മളൊക്കെ ജോലി ചെയ്യുന്നിടത്ത് ഹല്ലേലൂയ ചിലരൊക്കെ പറയും ഹല്ലേലൂയ ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ മതി, ഹല്ലേലൂയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരാം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ വിളിച്ച് വേർതിരിച്ചപ്പെട്ട ജനമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ ഒരു കാര്യമായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ചിലപ്പോൾ ചില വിഷയങ്ങൾ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ അടിക്കും പ്രിയപ്പെട്ടവരെ. എന്നാൽ ഹല്ലേലൂയ എൻ്റെ ദൈവമാ നമ്മളെ വിളിച്ചതെങ്കിൽ ഉണ്ടല്ലോ, അവൻ ആ സ്ഥാനത്ത് നിന്ന് നമ്മെ ഹല്ലേലൂയ ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. അത് കാരണത്താൽ ഹല്ലേലൂയ മൊർദെഖായിക്ക് മാത്രമല്ല അവിടെ സംബന്ധിച്ച് ഒരു യഹൂദ ജനത്തിനെതിരായിട്ട് ഹാമാൻ അവിടെ പ്രവർത്തിക്കുക പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് കാണുവാണെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ക്രിസ്ത്യാനികളെ മുഴുവൻ ഹല്ലേലൂയ മുടിച്ച് ഹല്ലേലൂയ തകർക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ സാത്താൻ ഹല്ലേലൂയ പല പ്ലാനുകൾ ഉണ്ടാക്കുക. ഹല്ലേലൂയ. ഉണ്ടാക്കിക്കോട്ടെ. ഹല്ലേലൂയ. എന്തോ ക്രിസ്ത്യാനികളെ ആരെയും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവരെ ആരാധിക്കുന്നു എന്ന് മാത്രം ഒരു ഹല്ലേലൂയ കുറ്റമേ ഉള്ളൂ. അവർ ജീവനുള്ള ദൈവത്തെ വിളിക്കുന്നു എന്നുള്ള ഒരു മാത്രമേ കുറ്റമുള്ളൂ. അല്ലാതെ അവരെന്നാ വലിയ ഏതെങ്കിലും മറ്റുള്ളവരുമായിട്ട് വഴക്ക് പിടിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ. ആ സമയത്തും അതെ മൊർദെഖായി ഒന്നും ചെയ്യുന്നില്ല, അവൻ കുമ്പിട്ടില്ല എന്നൊരു മാത്രം ഒരു കുറ്റം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് മുഴു യഹൂദ ജനത്തെയും ഹല്ലേലൂയ അല്ലെങ്കിൽ തകർക്കുവാൻ തക്കവണ്ണം ഹാമാൻ അവിടെ പദ്ധതിയിടുക പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മളെ തകർക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ ശക്തി പദ്ധതികൾ ഇടുമ്പോൾ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമായി ഇന്ന് രാത്രികാലം നമ്മോട് കൂടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ താഴ്മ കാണുന്ന ഈ വിവരം ഹല്ലേലൂയ. അതിനു മുമ്പേ നമുക്കറിയാം ഹാമാന്റെ ഹല്ലേലൂയ മൊർദെഖായിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ എസ്തേർ രാജ്ഞിയെ കുറിച്ച് നമുക്കറിയാം. എസ്തേർ ആരായിരുന്നു? മൊർദെഖായി
മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മകളായിരുന്നു എസ്തേർ. ഹല്ലേലൂയ. ആ എസ്തേർ അങ്ങനെ അവിടെ കടന്നു വന്നു. നമുക്കറിയാം വസ്തി റാണിയെ അവിടുന്ന് മാറ്റിയിട്ടാണ് ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെ എസ്തേറിനെ ആക്കിയത്. അങ്ങനെ ഒരു സ്ഥാനത്ത് എസ്തേർ ഇരിക്കുവാണ്. ആ സമയത്തൊന്നും ഹല്ലേലൂയ മൊർദെഖായി ചെന്നിട്ട് എസ്തേറിനോടൊന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ ഇങ്ങനൊക്കെ ഹല്ലേലൂയ ഹാമാൻ ഇങ്ങനൊക്കെ എന്നോട് ചെയ്യുന്നെന്ന് അവൻ ഒരിക്കലും ചെന്ന് എസ്തേറിനോട് പറഞ്ഞില്ല. എന്നാൽ ഹല്ലേലൂയ ഒരു യഹൂദ ജനത്തെ തകർക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഹാമാൻ പദ്ധതിയിട്ട സമയത്ത് ഹല്ലേലൂയ മൊർദെഖായി എന്ത് ചെയ്തെന്നറിയാമോ? 4-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെതായ ഹല്ലേലൂയ അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മൊർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനോട് അറിയിച്ചു. താൻ യഹൂദനെന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4:1 സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോട് അത്യുച്ചത്തിൽ നിലവിളിച്ചു. ആമേൻ. ഇത് എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ 3 ഹല്ലേലൂയ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അങ്ങനെ 1-ാം മാസം 13-ാം തീയതി രാജാവിൻ്റെ രാസായക്കാരെ വിളിച്ച് ഹാമാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും അവൻ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനങ്ങളിലെ ദേശാധിപതികൾക്കും അതത് ജനത്തിൻ്റെ പ്രഭുക്കന്മാർക്കും അതത് സ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജനത്തിന് അവരുടെ ഭാഷയിലും എഴുതി അഹശ്വേരോശ് രാജാവിൻ്റെ നാമത്തിൽ അതെഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. ഈ രാജമോതിരം കൊണ്ട് എന്തിനാ മുദ്രയിടുന്നതെന്നറിയാമോ? ആ എഴുതിയതായ കാര്യങ്ങൾ ആർക്കും പിന്നെന്തുവാ മാറ്റുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഞാൻ ഈ മലയാളം വായിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം ഹിന്ദിയിലാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും മലയാളത്തിലുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് ദൈവനാമത്തിൽ ആദ്യം തന്നെ ഞാൻ ഓർപ്പിക്കുക. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് ഇത് വരുമ്പോൾ ഹല്ലേലൂയ നമുക്ക് കാണും രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. ഹല്ലേലൂയ. കാരണം ഈ എഴുതിയ കാര്യം അതാർക്കും മാറ്റുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ദൈവത്തെ വിളിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജനമേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം നമ്മളെ മുദ്രയിട്ടിരിക്കുക. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ശക്തി ഹല്ലേലൂയ നമ്മുടെ മേലെ എത്ര പ്രബലമായിക്കോട്ടെ പ്രിയപ്പെട്ടവരെ, അതിന് നമ്മളെ ഒരിക്കലും തകർക്കുവാൻ സാധ്യമല്ല എന്ന് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. അവിടെ നീ ഇത് കേട്ട ഉടനെ ഹല്ലേലൂയ മുദ്രയിട്ടെന്ന് കേട്ട ഉടനെ ഹല്ലേലൂയ മൊർദെഖായി എന്ത് ചെയ്തെന്നറിയാമോ? അവൻ റെട്ടുടുത്ത് ഹല്ലേലൂയ മഹാദുഃഖത്തോടെ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഉപവസിച്ചു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ വിവരം ആരറിഞ്ഞു? എസ്തേർ അറിഞ്ഞു. ഹല്ലേലൂയ. എസ്തേർ അറിഞ്ഞ സമയത്ത് ഹല്ലേലൂയ അവൾ പറയുകയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെ പറയുന്നു മൊർദെഖായി പറയുന്ന ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ 4:14 വാക്യം. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയുണ്ടാവും, എന്നാൽ നീ നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഈ സമയത്ത് നമ്മൾ മിണ്ടാതിരുന്നാൽ, ഈ സമയത്ത് നമ്മൾ വാ തുറന്നില്ല എങ്കിൽ ഹല്ലേലൂയ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും പ്രിയപ്പെട്ടവരെ. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഇന്ന് രാത്രികാലം നമ്മളൊന്ന് ചിന്തിച്ചേ പ്രിയപ്പെട്ടവരെ. അതിന്റെ താഴോട്ട് കാണുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരും അതിനെ 15-16 കാണുന്നു. അതിനെ എസ്തേർ മൊർദെഖായിയോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെ ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഹല്ലേലൂയ. ഞാനും എൻ്റെ ബാല്യക്കാരും അങ്ങനെ തന്നെ ചെയ്യും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെയ്യുന്നു. ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. ഹല്ലേലൂയ. ഇതാരാ പറയുന്നത്? എസ്തേർ പറയാ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യഹൂദ രാജ്യത്തിലുള്ളതായ ശൂശൻ പട്ടണത്തിലുള്ളതായ യഹൂദന്മാർ മുഴുവനും
3 ദിവസം എന്ത് ചെയ്തെന്ന? ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ അറിഞ്ഞത് ഇത് ഉപവാസ പ്രാർത്ഥനയാണെന്ന്. ഹല്ലേലൂയ. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി വിട്ടുമാറുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം പറയുമ്പോൾ, ഈ 2-ാം ദിവസം ഹല്ലേലൂയ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിന്റെ മധ്യത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ദൈവം പറയുന്നു ഹല്ലേലൂയ, എന്റെ ഉറക്കത്തെ എന്റെ രാജാതി രാജാവ് നമുക്ക് വേണ്ടി എഴുന്നള്ളുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ. വായിക്കുമ്പോൾ 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ച് രാജധാനിയുടെ പ്രകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിന് നേരെ നിന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ അവിടെ ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ രാജാവിന്റെ അടുത്ത് കടന്നു പോകാനുള്ള സമയമുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അവരൊരു ജനം അവിടെ ഉപവസിക്കുക പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ രാജവസ്ത്രം ധരിച്ചിട്ട് ഹല്ലേലൂയ രാജാവിന്റെ അടുത്തോട്ട് പോയത്. ഹല്ലേലൂയ. നമ്മളെയൊക്കെ ഒരു രക്ഷാവസ്ത്രം ദൈവം ധരിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ രക്ഷാവസ്ത്രം കൊണ്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ കളങ്കമില്ലാത്ത രക്ഷാവസ്ത്രം കൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ പൊൻചങ്കോൽ ഇന്ന് രാത്രികാലം ദൈവം നമ്മുടെ നേരെ നീട്ടും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പൊൻചങ്കോൽ നീട്ടും. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ രക്ഷാവസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന്? ഹല്ലേലൂയ. നമ്മുടെ വസ്ത്രം ഹല്ലേലൂയ മലിനമാണോ? ഹല്ലേലൂയ. നമ്മുടെ വസ്ത്രം ഹല്ലേലൂയ വിശുദ്ധമാണോ എന്ന് ഇന്ന് രാത്രികാലം നമ്മളൊന്ന് ചിന്തിച്ചോണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ രാജാവ് ഹല്ലേലൂയ പൊൻചങ്കോൽ അങ്ങോട്ട് നീട്ടിയിട്ട് ഹല്ലേലൂയ അവളോട് ചോദിക്കുകയാണ്. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ എന്ത് വേണം? ഹല്ലേലൂയ. എന്താകുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിൻ പാതിയോളമാണെങ്കിലും ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളൊന്നും പറഞ്ഞില്ല. അവൾ ഇത്രയും പറഞ്ഞു, ഞാനൊരു വിരുന്നൊരുക്കും, ഹാമാനും വേണം ആ വിരുന്നിന്. ഹല്ലേലൂയ. ഹാമാൻ ഹല്ലേലൂയ ആ വിരുന്നിന് അവിടെ ചെന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പോഴൊക്കെയും ഹാമാന്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമേ, ഒന്നേ ഒരു കാര്യ ചിന്തയുള്ളായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ ഹല്ലേലൂയ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നു, എൻ്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? എൻ്റെ വംശത്തിൻ്റെ നാശം ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? അപ്പോൾ അഹശ്വേരോശ് രാജാവ് എസ്തേർ രാജ്ഞിയോട് യഹൂദനായ മൊർദെഖായിയോട് കൽപ്പിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ അതിൻ്റെതായ ഹല്ലേലൂയ താഴോട്ട് നമ്മൾക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അവിടെ രാജാവിൻ്റെ ഹല്ലേലൂയ ആ വിരുന്നിന് ആരെ വിളിച്ചു? ഹല്ലേലൂയ ഹാമാനെ വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ 5-ന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം, രണ്ടാമത് ആദ്യത്തെ വിരുന്നിന് ഹാമാനും രാജാവേ ഉള്ളായിരുന്നു. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 5-ന്റെ 6-ാമത്തെ വാക്യം, വീഞ്ഞ് വിരുന്നിൽ രാജാവ് എസ്തേറിനോട്, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിന്റെ പാതിയോളമായാലും അത് നിവർത്തിച്ചു തരാമെന്ന് പറഞ്ഞു. ഇത് 2-ാമത്തെ വിരുന്ന. ആദ്യത്തെ വിരുന്നിന് ഹാമാൻ വന്നെന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. 2-ാമത്തെ വിരുന്നിൽ ഹല്ലേലൂയ അവൻ വന്നു. അതിന് എസ്തേർ, എൻ്റെ അപേക്ഷയും ആഗ്രഹം ഇതാകുന്നു, രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ നൽകുവാനും എൻ്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവിന് തിരുമുള്ളമുണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്നതായ വിരുന്നിന് വരണം. ഹല്ലേലൂയ. ഇനിയും ഒരുക്കുന്നതായ വിരുന്നിന് വരണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എസ്തേർ ഹല്ലേലൂയ എസ്തേറിന്റെ ആ സ്ഥാനത്ത് ഹല്ലേലൂയ നമ്മൾ നോക്കുകയാണെങ്കിൽ അവൾ എത്ര ബുദ്ധിയോടുകൂടിയാ പ്രിയപ്പെട്ടവരെ ഓരോ കാര്യങ്ങൾ ആദ്യം വേണമെങ്കിൽ അങ്ങനെ അവൾക്ക് പറഞ്ഞ ഹല്ലേലൂയ അവിടെ വേണേ ഹാമാനെ എടുത്ത് ദൂരെ കളയായിരുന്നു. പക്ഷെ അതൊന്നും അവിടെ ചെയ്തില്ല പ്രിയപ്പെട്ടവരെ. എല്ലാത്തിനും ഒരു പടിയുണ്ട്. ഹല്ലേലൂയ. ഓരോ സ്റ്റെപ്പായിട്ട് ഹല്ലേലൂയ ദൈവത്തിന് ഒരാളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ കുറച്ച് പ്രോസസ്സിൽ കൂടെ ഒക്കെ കടക്കണം. ഹല്ലേലൂയ. ആ പ്രോസസ്സിൽ കൂടെ കടന്നാലേ നമുക്ക് പർപ്പസ് ഹല്ലേലൂയ പർപ്പസ് അത് നിവർത്തിയാകത്തുള്ളൂ. പക്ഷെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത്
പറയുന്നുണ്ടല്ലോ, അത് വളരെ ബുദ്ധിമുട്ടുള്ള സമയം. ഹല്ലേലൂയ. ഇവിടെ മൊർദെഖായിക്ക് വേണമെങ്കിൽ ആദ്യമേ എസ്തേറിനോട് പറഞ്ഞിട്ട് ഹാമാനെ എടുത്ത് ദൂരെ കളയാമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഹിതം അതല്ലായിരുന്നു എന്ന് ചിന്തിച്ചോണം. നമ്മളവിടൊക്കെ മിണ്ടാതിരുന്നോണം. ഇന്ന് ഹല്ലേലൂയ അനേക പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ പല പ്രതിസന്ധി കൂടെ കടക്കുന്നവരുണ്ട്. മിണ്ടാതിരുന്നാൽ മാത്രം മതി. ദൈവത്തിന്റെ പർപ്പസ് ഹല്ലേലൂയ ഈ ദിവസകാലം നമ്മുടെ ജീവിതത്തിൽ നിറവേറും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലമായിരിക്കാം, നമ്മുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം, നമ്മുടെ ഹല്ലേലൂയ അനേക മറ്റുള്ള ഫ്രണ്ട്സിന്റെ മുന്നിലായിരിക്കാം. പലപ്പോഴും പലരും നമ്മളെ നിന്ദിക്കുന്ന അവസ്ഥയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മിണ്ടാതിരുന്നോണം. ഹല്ലേലൂയ. മിണ്ടാതിരുന്നാൽ മാത്രം മതി പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ ഹാമാൻ ഹല്ലേലൂയ 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 എസ്തേർ ഒരുക്കിയതായ ഹല്ലേലൂയ രാജാവ് ഒരുക്കിയതായ ആ വിരുന്നിന് എന്തോ ചെയ്തു? ഹാമാനെയും അവിടെ വിളിച്ചു. ഹല്ലേലൂയ. ഹാമാനെ വിളിച്ച ആ സമയത്ത് ഹാമാൻ അകത്ത് വന്ന് രാജാവിനോട് ചില കാര്യങ്ങൾ പറയുവാണ്. ഹല്ലേലൂയ. രാജാവ് ഹാമാനോട് ചോദിക്കാണ്. അതാണ് ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. ഉറക്കം വരാഞ്ഞതിന്റെ കാര്യം എന്തുവാണ്? രാജാവിന്റെ 2 ഭടന്മാർ, അതിന്റെ 3-ന്റെ ഹല്ലേലൂയ 2-ന്റെ 21, 22 വാക്യം വായിച്ചേ. ആ കാലത്ത് മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരിൽ രാജാവിന്റെ 2 ഷണ്ഡന്മാരായ ബിഗ്ദാനും തേരശും ക്രുദ്ധിച്ച് അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരം അന്വേഷിച്ചു. മൊർദെഖായി കാര്യം അറിഞ്ഞ് എസ്തേർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു. എസ്തേർ അത് മൊർദെഖായിയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു. അന്വേഷണം ചെയ്താറെ കാര്യം സത്യമെന്ന് കണ്ട് അവരെ 2 പേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു. ഇത് രാജാവിന്റെ മുമ്പിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. ആമേൻ. ഹല്ലേലൂയ. 2 പേര് രാജാവിന്റെ എന്തുവാ? രാജാവിനെ കയ്യേറ്റം ചെയ്യാനായിട്ട് ചെന്ന സമയത്ത് വാതിക്കൽ ആരായിരുന്നത്? മൊർദെഖായി. ഇത് മൊർദെഖായി കണ്ടിട്ട് ഇവൻ ഡയറക്റ്റ് ചെന്ന് രാജാവിനോട് പറഞ്ഞില്ല. അവൻ ചെന്ന് എസ്തേറിനോടാ പറഞ്ഞത്. എസ്തേർ അത് അവിടെ പറഞ്ഞതിന് ശേഷം എന്തോ സംഭവിച്ചെന്നറിയാമോ? അത് എല്ലാം കറക്റ്റാന്ന് അറിഞ്ഞതിന് ശേഷം ആ 2 വ്യക്തിയെയും ബിഗ്ദാനെയും തേരശിനെയും എന്തോ ചെയ്തു? തൂക്കിക്കൊന്നു. ഹല്ലേലൂയ. എന്നാൽ അത് ആ സമയത്ത് ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിൽ അങ്ങോട്ട് എഴുതി വെച്ചു. ഹല്ലേലൂയ. ആ സമയത്ത് അഥവാ മൊർദെഖായിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഫലം കിട്ടിയിരുന്നെങ്കിൽ യഹൂദ ജനത്തിന്റെ വിടുതൽ നടക്കുമോ? ഇല്ല. ഹല്ലേലൂയ. ഇതുപോലെ നമ്മൾ പലർക്ക് വേണ്ടി പലതും ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവര്. നമ്മൾ വിചാരിക്കും, ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവമേ എനിക്കൊന്നും ലഭിക്കുന്നില്ലല്ലോ എന്ന് പലപ്പോഴും നമ്മൾ ഭാരപ്പെടുന്നവരല്ല പ്രിയപ്പെട്ടവര്. എന്നാൽ എൻ്റെ കർത്താവ് പറയുന്നു, അത് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈ കീഴി നമ്മളൊന്ന് താണിരുന്നാ മതി പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മളൊന്ന് താണിരുന്നാൽ മതി. നമ്മൾ എന്തൊക്കെ ആർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ എല്ലാം ദൈവം എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഇവിടെ ഹല്ലേലൂയ ഈ മൊർദെഖായിയെ തകർക്കാനായിട്ട് ഹാമാൻ പദ്ധതിയിട്ടു. ഹല്ലേലൂയ. ആ പദ്ധതിയുടെ മുമ്പിൽ രാജാവിന്റെ ഉറക്കത്തെ ദൈവം കടത്തി കളഞ്ഞു. ഹല്ലേലൂയ. ദൈവം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സാത്താൻ ഹല്ലേലൂയ യോബിനെ നമുക്ക് ജീവിതത്തിൽ നോക്കുമ്പോൾ അവന് ഹല്ലേലൂയ വേലി ചുറ്റി കാത്തൊക്കെ ദൈവം അവനെ സൂക്ഷിച്ചു. അവന്റെ വേലി പൊളിക്കാൻ ഹല്ലേലൂയ ഹല്ലേലൂയ സാത്താൻ പറയുക. ഹല്ലേലൂയ. അപ്പം സാത്താൻ എന്താ പറഞ്ഞത്? നീ അവനെ വേലി ചുറ്റി കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് അവൻ നിന്നെ തള്ളിപ്പറയാത്തതെന്ന്. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് അവസാനം നമുക്ക് ഹല്ലേലൂയ കാണേണ്ടത് അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്ന് പ്രിയപ്പെട്ടവര്. അവന്റെ ഭാര്യ പോലും അവനെ തള്ളിപ്പറഞ്ഞ ഹല്ലേലൂയ സമയം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ 42-ാമത്തെ ഹല്ലേലൂയ അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ ഹല്ലേലൂയ ദൈവം പറയുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ യഹോവ അവന് ചെയ്തതായ എല്ലാ കാര്യങ്ങൾക്കും ഹല്ലേലൂയ ദൈവം അവന് ഹല്ലേലൂയ ഇരട്ടിയായി കൊടുത്തെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യോബ് തന്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവം അവനെല്ലാം ഇരട്ടിയായി കൊടുത്തെന്ന് ഹല്ലേലൂയ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ സമയത്താണ് ഹല്ലേലൂയ ഹാമാൻ അവിടെ ഹല്ലേലൂയ രാജാവ് ദിനവൃത്താന്തത്തിന്റെ പുസ്തകം തുറന്നപ്പോൾ അപ്പം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണും. 6-3 ഇതിനു വേണ്ടി മൊർദെഖായിക്ക് എന്ത് ബഹുമാനവും പദവിയും കൊടുത്തെന്ന് രാജാവ് ചോദിച്ചു. ഒന്നും കൊടുത്തിട്ടില്ല എന്ന് രാജാവിനെ സേവിച്ചു നിന്ന ഭൃത്യൻ പറഞ്ഞു. പ്രാകാര
കൊട്ടാരത്തിൽ ആരുള്ളൂ എന്ന് രാജാവ് ചോദിച്ചു. എന്നാൽ ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി താൻ തീർപ്പിച്ച കഴിവിന്മേൽ അവനെ തൂക്കിക്കളയേണ്ടതിന് രാജാവിനോട് അപേക്ഷിപ്പാൻ രാജധാനിയുടെ പുറത്ത് പ്രകാരത്തിൽ വന്നു നിൽക്കുകയായിരുന്നു. രാജാവിന്റെ ഭൃത്യന്മാർ അവനോട് ഹാമാൻ പ്രകാരത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അകത്ത് വരട്ടെ എന്ന് രാജാവ് കൽപ്പിച്ചു. ഹാമാൻ അകത്ത് വന്നപ്പോൾ രാജാവ് അവനോട്, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷൻ എന്തെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് ചോദിച്ചു. അപ്പം ഹാമാൻ ഒരു ചിന്തയുണ്ട്, ഹല്ലേലൂയ, എന്നെ അല്ലാതെ രാജാവ് ആരെ ബഹുമാനിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഓരോന്നോരോന്നായി പറയുന്നു. ഹല്ലേലൂയ. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് വേണ്ടി രാജാവ് ധരിക്കുന്ന രാജവസ്ത്രം, ആമേൻ, രാജാവ് കയറുന്ന കുതിര, ഹല്ലേലൂയ, അവന്റെ തലയിൽ വയ്ക്കുന്ന രാജകിരീടം കൊണ്ടുവരട്ടെ. വസ്ത്രവും കുതിരയും രാജാവിന്റെ അതിശ്രേഷ്ഠമായ പ്രഭുക്കന്മാരിൽ ഒരുത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ആ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണ വീതിയിൽ കൂടെ കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യുമെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയുവീൻ. ഹല്ലേലൂയ. രാജാവ് ഹാമാനോട് പറഞ്ഞു, നീ വേഗം ചെന്ന് ഈ പറഞ്ഞ എല്ലാ കാര്യം ഇങ്ങോട്ട് കൊണ്ടുവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൊർദെഖായി, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയുവാണ്, ഹല്ലേലൂയ, നീ ചെന്നിട്ട് ഹല്ലേലൂയ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്ന് മൊർദെഖായിയെ കൊണ്ടുവരാൻ രാജാവ് കൽപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ശത്രുവിനെ കൊണ്ട് തന്നെ എണ്ണി 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 നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. പ്രിയപ്പെട്ടവരെ, ആര് നമുക്കെതിരായിട്ട് നിന്നാലും, ആര് നമുക്ക് പ്രതികൂലം പറഞ്ഞാലും, ആ വ്യക്തിയുടെ വായിൽ കൂടെ തന്നെ നമ്മുടെ അനുഗ്രഹത്തെ ഒന്നൊന്നായി എണ്ണിക്കും. അതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഹല്ലേലൂയ, എന്തെല്ലാമാണോ പറയുന്നത് ഒന്നും മിണ്ടാതിരുന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മൾ ചെയ്യുന്നതായ ഓരോ കാര്യവും ദിനവൃത്താന്ത പുസ്തകത്തിൽ എൻ്റെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാമാനോട് പറയാൻ, ഹല്ലേലൂയ, അതെല്ലാം നീ ചെന്നിട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, മൊർദെഖായി ഒന്ന് ധരിപ്പിച്ച്, ഹല്ലേലൂയ, കുതിരപ്പുറത്ത് കയറ്റി, ഹല്ലേലൂയ, പട്ടണ വീതിയിൽ കൂടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അങ്ങോട്ട് നടക്ക. ഹല്ലേലൂയ, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന മനുഷ്യൻ ഇങ്ങനെയെന്ന് പറഞ്ഞ്, ഹല്ലേലൂയ, അവൻ ആരാ ഇപ്പൊ കൊണ്ടുവന്ന്? ഹാമാനാ കൊണ്ടുവന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മളെ മാനിക്കുന്ന ദൈവമാ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അതിന്റെ ദേശമായിട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, എസ്തേർ റാണിയുടെ അടുത്ത് എന്നിട്ട്, ഹല്ലേലൂയ, എസ്തേർ രാജ്ഞിയുടെ അടുത്ത് എന്നിട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹാമാൻ ഈ സംഭവിച്ചതൊക്കെയും മനസ്സിലാക്കി. എന്തുവാ ഹാമാൻ, ഹല്ലേലൂയ, പ്രാകാരത്തിൽ ചെന്നിട്ട് നിൽക്കുമായിരുന്നു. എസ്തേർ രാജ്ഞിയോട്, ഹല്ലേലൂയ, എന്തേലും പിന്നെ ഒരു പ്രാണമൃത്യു, ഹല്ലേലൂയ, അതിൻ്റെതായ നമുക്ക് 7-ന്റെ, ഹല്ലേലൂയ, 7-ന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. രാജാവ് ക്രോധത്തോടെ വീഞ്ഞു വിരുന്ന് വിട്ട് എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് പോയി. എന്നാൽ രാജാവ് തനിക്ക് അനർത്ഥം നിശ്ചയിച്ചു എന്ന് കണ്ടിട്ട് ഹാമാൻ തന്റെ ജീവരക്ഷയ്ക്കായി എസ്തേർ രാജ്ഞിയോട് അപേക്ഷിപ്പാൻ നിന്നു. രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീണ്ടും വീഞ്ഞു വിരുന്നുശാലയിലേക്ക് വന്നപ്പോൾ എസ്തേർ ഇരിക്കുന്ന മെത്തമേൽ ഹാമാൻ വീണ് കിടന്നിരുന്നു. അന്നേരം രാജാവ്, മതിമുള്ള, ഹല്ലേലൂയ. ഇപ്പൊ ഹാമാൻ ആരുടെ അടുത്ത് അപേക്ഷമായിട്ട് നിൽക്കുന്നത്? റാണിയുടെ അടുത്ത് ചെന്നിരിക്കും, എസ്തേർ രാജ്ഞിയുടെ അടുത്ത്. ഹല്ലേലൂയ, റാണി എന്ന് ഞാൻ പറയുന്ന ഇടയ്ക്ക് ഹിന്ദി വേർഡ്, ക്ഷമിക്കണം. ഹല്ലേലൂയ, രാജ്ഞിയുടെ അടുത്ത് ചെന്നിരിക്കുക. എന്തുവാ? ഹല്ലേലൂയ, അവനറിയാം, കാരണം രാജാവ് ക്രോധിച്ചിരിക്കുക. ഹല്ലേലൂയ, രാജാവ്, ഹല്ലേലൂയ, ദേഷ്യപ്പെട്ടിരിക്കുക. അതുകൊണ്ട്, ഹല്ലേലൂയ, ആ പ്രാണഹാനി വരുത്താതിരിക്കാൻ വേണ്ടി, ഹല്ലേലൂയ, അവൻ, ഹല്ലേലൂയ, എവിടെ ചെന്നിരിക്കുക? എസ്തേറിൻ്റെ അടുത്ത് ചെല്ലാനായിട്ട് പോയിരിക്കുക. ഹല്ലേലൂയ, ആ സമയത്ത് ആ രാജാവ് നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ, ഹല്ലേലൂയ, അവിടെ, ഹല്ലേലൂയ, ഇരിക്കുന്ന മെത്തമേൽ ഹാമാൻ, എസ്തേർ ഇരിക്കുന്ന മെത്തമേൽ ഹാമാൻ വീണ് കിടക്കുന്നത് ആര് കണ്ടു? രാജാവ് കണ്ടു. രാജാവൻ ആ സമയത്ത്, ഹല്ലേലൂയ, രാജാവ് പിന്നെ ഒന്നും ചോദിച്ചില്ല. ഹല്ലേലൂയ, അവനെ കൊണ്ട് തൂക്കാനായിട്ടാണ് കൽപ്പിച്ചത്. ഹല്ലേലൂയ, ഏത് കഴുമുരം, ഹല്ലേലൂയ, മൊർദെഖായിക്ക് വേണ്ടി നിർമ്മിച്ചുവോ, ഏത് കഴുമുകരം മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കിയോ, അതേ കഴുമുകരത്തിൽ കൊണ്ട് ഹാമാനെ തൂക്കിക്കളഞ്ഞു. ഹല്ലേലൂയ, അതിനുശേഷമായിട്ട് നമുക്ക് നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അഹശ്വേരോശ് രാജാവ് യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ വീട്
കൊടുത്തു. ഹല്ലേലൂയ. മൊർദെഖായിക്കും തന്നോട് ചാർച്ച ഇന്നെന്ന് എസ്തർ അറിയിച്ചുകൊണ്ട് അവൻ രാജസന്നിധിയിൽ പ്രവേശനം പ്രാപിച്ചു. ഹല്ലേലൂയ. എവിടെ ഇരുന്ന ഹല്ലേലൂയ? മൊർദെഖായി എവിടെ ആയിരുന്നു? വാതിക്കലിരുന്ന. ഹല്ലേലൂയ. മൊർദെഖായി ഇപ്പോൾ എവിടെ? ഹല്ലേലൂയ. അവൻ രാജസന്നിധിയിൽ അവന് പ്രവേശനം ലഭിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കുറച്ച് സമയമൊക്കെ നമ്മൾ ഹല്ലേലൂയ വാതിക്കൽ ഇരിക്കും. ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ ആൾക്കാർ അതും ഇതും പറയും. ഹല്ലേലൂയ, കഴിവില്ലാത്തവനായവനൊന്നിനും കൊള്ളത്തില്ല എന്ന്. എന്നാൽ എന്താ? രാജാതിരാജാവ് വരുമ്പോൾ അവന്റെ സിംഹാസനത്തിൽ ഹല്ലേലൂയ അവന്റെ വലത്ത് ഭാഗത്ത് നമ്മൾ ഹല്ലേലൂയ ഇരിക്കുന്ന ഒരു ദിനം ഹല്ലേലൂയ അടുത്തിരിക്കുക പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ അത് നമുക്ക് നോക്കുമ്പോൾ രാജാവ് ഹാമാന്റെ പക്കൽ നിന്നും എടുത്ത തന്റെ മോതിരമൂരി മൊർദെഖായിക്ക് കൊടുത്തു. ഹല്ലേലൂയ. ആ സമയത്ത് മോതിരം എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു പ്രിയപ്പെട്ടവരെ. ഏതൊരു കാര്യത്തിലും ഹല്ലേലൂയ മോതിരം കൊണ്ട് മുദ്രയിടുമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പുതിയ നിയമ ഹല്ലേലൂയ ഇസ്രായേലായിരിക്കും നമ്മുടെ മേൽ കർത്താവ് പരിശുദ്ധാത്മാവ് കൊണ്ടാ മുദ്രയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ 8-ന്റെ 9-ാമത്തെ 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണിക്കുന്നു. എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രമായ രാജവസ്ത്രം, വലിയ പൊൻകിരീടം, ചണൽ നൂലുകൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. രാജാവിന്റെ കൽപ്പനയും തീർപ്പു ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവം ഉണ്ടായി. യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജാതികളുടെ മേൽ വീണിരിക്കുന്നതുകൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. ഹല്ലേലൂയ. അതുവരെ ഹല്ലേലൂയ ജനം ഹല്ലേലൂയ യഹൂദന്മാരെ വെറുത്തവരായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്തുവാ? ജാതികൾ എന്തോ എടുത്തു? യഹൂദന്മാരായി തീർന്നു. ഇതാ നടക്കാൻ പോവുക ഈ ലോകത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ തഴഞ്ഞ് ഹല്ലേലൂയ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വെറുതെ ദൈവദാസന്മാരെ പിടിച്ച് ഹല്ലേലൂയ ജയിലിലും അടി. ഹല്ലേലൂയ. എന്നാൽ വരും കാലങ്ങളിൽ നിങ്ങൾ നോക്കിക്കോ. ഹല്ലേലൂയ ഇവരുടെ ദൈവത്തെ വിളിക്കെന്ന് പറയുന്നതായ ഒരു ഭരണകൂടം ഹല്ലേലൂയ ഈ ലോകത്തിൽ ഉണ്ടാകും. അത് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണും. ഹല്ലേലൂയ. നമ്മൾ പറയും കർത്താവിന്റെ വരവിന് മുമ്പ് ഇതൊക്കെ സംഭവിക്കും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഹല്ലേലൂയ ഈ മൊർദെഖായിയെ ദൈവം എങ്ങനെ ഉയർത്തിയെന്ന്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവം നമ്മളെ ഉയർത്തിയിട്ടില്ലേ? ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നമുക്ക് പൗലോസിനെ കാണാം. ഹല്ലേലൂയ. പൗലോസിന്റെ മിഷനിൽ പൗലോസ് ആരായിരുന്നു? അവൻ ശൗലായിരുന്നു. ഹല്ലേലൂയ. ശൗലിനെ പൗലോസാക്കിയ ദൈവം ഹല്ലേലൂയ മിഷണറി യാത്രയുടെ മധ്യത്തിൽ 276 ഹല്ലേലൂയ യാത്രക്കാരുമായി പോയത് കപ്പൽ തകരുന്ന സമയത്ത് എനിക്ക് ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ കാണുവാൻ സാധിക്കും. എന്നാൽ പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മളിന്ന് ധൈര്യത്തോടെ ഇരുന്നാൽ മതി. ഹല്ലേലൂയ. ആ കപ്പലിന് നേരെ ആദ്യം ഹല്ലേലൂയ തെക്കൻ കാറ്റടിച്ചു. അപ്പോൾ ആൾക്കാരൊക്കെ വിചാരിച്ചു ഹല്ലേലൂയ ഞങ്ങൾ ആ സ്ഥാനത്ത് എത്തിയെന്ന്. അതിന് പുറകെ ഒരു ഈശാലം മുന്നേ അങ്ങോട്ട് അടിച്ചു. ഹല്ലേലൂയ. ഇതുപോലെ വിശ്വാസികൾ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ നമുക്ക് ആദ്യം ഒരു തെക്കൻ കാറ്റ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ ജീവിതത്തിൽ കുഴപ്പമില്ല എന്ന്. എന്നാൽ ഈശാനമൂലൻ വരുമ്പോൾ ഹല്ലേലൂയ ദൈവം പൗലോസ് ജനത്തോട് പറഞ്ഞു ഹല്ലേലൂയ നിങ്ങൾ ധൈര്യത്തോടിരിപ്പാൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവര് ഒരു മൊർദെഖായി ഹല്ലേലൂയ ഹല്ലേലൂയ ശിരേഷ് രാജാവിന്റെ മുമ്പിൽ മിണ്ടാതിരുന്നത് പോലെ നമ്മളും ഇന്ന് മിണ്ടാതിരിക്കുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതായ ഓരോ പ്രവർത്തികൾ ദിനവൃത്താന്തത്തിന്റെ പുസ്തകത്തിൽ ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മളെ തക്ക സമയത്ത് നമ്മുടെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഒരിക്കലും അവൻ നമ്മളെ ഹല്ലേലൂയ തഴഞ്ഞു കളയത്തില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ.
ദൈവം വെയിറ്റ് ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ മോളല്ല, മോനല്ല, എൻ്റെ സഹോദരൻ, സഹോദരി എവിടം വരെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നെന്ന് ദൈവം നമ്മളെ ഒന്ന് ശോധന ചെയ്യാൻ വേണ്ടിയാ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ മിനിസ്ട്രിയുടെ മധ്യത്തിൽ ഹല്ലേലൂയ പല സമയങ്ങളും ഞങ്ങൾക്ക് ഹല്ലേലൂയ ആദ്യം ഞങ്ങൾക്ക് അവിടെ ചെന്നതിന് ശേഷം ഒരു ചെറിയ സ്റ്റൗവേ ഉള്ളായിരുന്നു, നൂത്തൻ്റെ സ്റ്റൗ. ഹല്ലേലൂയ. ഞാൻ നോർത്തിൽ ജനിച്ചതായതുകൊണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ദൈവം ഹല്ലേലൂയ എല്ലാ രീതികളും ഹല്ലേലൂയ എല്ലാ ഘട്ടങ്ങളിലും നിൽക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ, എൻ്റെ മോൾ ഹല്ലേലൂയ ആ സമയത്ത് ഞാൻ ഹല്ലേലൂയ വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ സ്ലമ്മിൽ ഇവളെ കൊണ്ടും പോകുമായിരുന്നു. അന്ന് കുഞ്ഞ് വെറും ചെറുതായിരുന്നു. അവിടെ അംഗൻവാടി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവര്, ആ ഫുഡ് ഞാൻ ഈ കുഞ്ഞിന് മേടിച്ച് കൊടുത്തിട്ട് ഞാൻ അവളെ കൊണ്ട് വൈകിട്ട് വീട്ടിൽ വരുമായിരുന്നു. ഞാൻ എപ്പോഴും അവളെ കാണുമ്പോൾ പറയും, ഹല്ലേലൂയ മോളെ നീ അംഗൻവാടിയുടെ ഫുഡ് കഴിച്ചത്. അവളെ കണ്ടാലൊന്നും പറയത്തില്ല പ്രിയപ്പെട്ടവരെ, നല്ല ഹൈറ്റും നല്ല വെയിറ്റും. കാരണം എന്തോ അംഗൻവാടിയുടെ ഫുഡ് കഴിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഏത് സ്ഥാനത്തായിരുന്നാലും പ്രിയപ്പെട്ടവരെ പോറ്റി പുലർത്തുവാൻ ഹല്ലേലൂയ ദൈവം ശക്തനാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, വിശ്വസ്തരായി ദൈവസന്നിധിയിൽ നിന്നാ മതി, വിശ്വസ്തരായി നിന്നാ മതി. ഹല്ലേലൂയ. എനിക്ക് ഹല്ലേലൂയ ഒത്തിരി 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 കാര്യങ്ങൾ ഞങ്ങളുടെ ഹല്ലേലൂയ മിനിസ്ട്രിയോടനുബന്ധിച്ച് പറയുവാനുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ഹല്ലേലൂയ ഏത് സ്ഥാനത്ത് കടന്നു പോയാലും അവിടെയൊക്കെ ദൈവം ഞങ്ങളെ മാനിച്ചിട്ടേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ UP-യിലൊക്കെ കടന്നു പോകുന്ന സമയത്ത് അവിടെയൊക്കെ ഒരു ബാത്റൂം പോലും ഇല്ല. എന്നാൽ അവിടെയും ദൈവം ഞങ്ങൾക്ക് ഹല്ലേലൂയ അതിനെയൊക്കെ എങ്ങനെ ഞങ്ങൾ ഹല്ലേലൂയ തരണം ചെയ്യണമെന്ന് ദൈവം ഞങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നേപ്പാളിൽ കടന്നേലുമ്പോൾ അവിടെ എല്ലാം മണ്ണിൻ്റെ വീട്, ഹല്ലേലൂയ മണ്ണിൻ്റെ വീട്. ഹല്ലേലൂയ. അതിനകത്ത് കിടക്കുമ്പോഴും എനിക്കാണെങ്കിൽ നോർത്തിൽ വളർന്നതായതുകൊണ്ട് ഈ പുഴുക്കളെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എന്നാൽ അതെല്ലാം ദൈവം മാറ്റി തന്നു. ഹല്ലേലൂയ. ക്രിസ്തു നിമിത്തം എല്ലാം ഛേദമെന്ന് എണ്ണി. ഹല്ലേലൂയ. ക്രിസ്തു നിമിത്തം പ്രിയപ്പെട്ടവരെ എല്ലാം ഛേദമെന്ന് എണ്ണി. ഹല്ലേലൂയ. നമ്മൾ എന്തോ ചെയ്യണം? മിണ്ടാതിരുന്നാൽ മതി. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്ന ദൈവമാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 14-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ പറയുന്നു, വൃക്ഷമായ ഒരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. വൃക്ഷമായാൽ എന്നാ ഉണ്ട്? ഒരു പ്രത്യാശയുണ്ട്. ദൈവം നമ്മളെ എവിടെ ആക്കി വെച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. അവൻ്റെ തോട്ടത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ആ വൃക്ഷത്തിന്മേൽ ഹല്ലേലൂയ അതിൻ്റെ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാലും പിന്നെയും പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ. വെട്ടിക്കോട്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. വെട്ടുന്നത് കത്തി കൊണ്ടോ കൊടാലി കൊണ്ടോ അല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പെനിനെ പോലെ പലപ്പോഴും ലോകം നമ്മളെ വെട്ടി ഹല്ലേലൂയ നമ്മളെ കുത്താറുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളെ സാമ്പത്തികമായി നമ്മൾ തകരാറുണ്ട്, രോഗമായിട്ട് നമ്മൾ തകരാറുണ്ട്. എന്നാൽ ദൈവത്തിൽ പ്രത്യാശയായിരിക്കണം. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ അതിനെ വെട്ടിയാലും പിന്നെ പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ. പൊട്ടിക്കിളിർക്കണമെങ്കിലുണ്ടല്ലോ നമ്മൾ ഈ വചനത്തിനകത്തോട്ടൊന്ന് കയറണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വെട്ടിന്റെ സമയത്ത് ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിച്ചോണം, വചനമെടുത്ത് നമ്മൾ ഹല്ലേലൂയ ഉരുവിട്ടോണം പ്രിയപ്പെട്ടവരെ. കാരണം ആ സമയത്ത് നമ്മൾ പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ. അതിനുശേഷം അത് ഇളം കൊമ്പുകൾ വിടതാതിരിക്കില്ല. അതിന്റെ വേർ നിലത്ത് പഴുകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർ വീടും. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെതായ പുതപ്പ്, ഹല്ലേലൂയ രോഗത്തിന്റെ പുതപ്പ്, ഹല്ലേലൂയ ഈ ലോകത്തിന്റെ പ്രശ്നത്തിന്റെ പുതപ്പ് നമ്മളെ മണ്ണിന്റെ അടിയിലേക്ക് താഴ്ത്തി കളയുമ്പോൾ ഹല്ലേലൂയ അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും ഹല്ലേലൂയ വെള്ളത്തിന്റെ ഗന്ധമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്തുവായി വെള്ളം? ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ജനമേ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി കണ്ട് നമ്മൾ പിന്നെയും പൊട്ടിക്കിളിർക്കും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ
നിന്റെ ശത്രു പലപ്പോഴും നമ്മളെ താഴ്ത്തി കളയുവാൻ, നമ്മുടെ കുറ്റിയെ കടത്തി കളയുവാൻ പലപ്പോഴും ശ്രമിക്കും. ഹല്ലേലൂയ. നമുക്ക് ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. അത് തന്നെയാണ് മൊർദെഖായിയുടെ ജീവിതത്തിലും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹാമാൻ വിചാരിച്ച് എല്ലാം തകർന്നെന്ന്. ഹല്ലേലൂയ. ഹാമാൻ അറിയാമായിരുന്നു, എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുമ്പോൾ എൻ്റെ ദൈവം അതിൻ്റെ മധ്യത്തിൽ എഴുന്നേൽക്കുന്ന ദൈവമാണ്. രാജാവിൻ്റെ പൊൻകോൽ എൻ്റെ മേൽ നീട്ടുമെന്ന് മൊർദെഖായിക്ക് ഹല്ലേലൂയ അറിയാമായിരുന്നു. എസ്തേറിനെ ഹല്ലേലൂയ വിട്ടുവെങ്കിലും മൊർദെഖായിക്ക് അറിയാമായിരുന്നു ആ പൊൻകോൽ ഹല്ലേലൂയ എസ്തേറിന് നേരെ നീട്ടുമെന്ന്. ഹല്ലേലൂയ. നീട്ടുന്നതിന് മുമ്പ് എന്താ ചെയ്തത്? ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസന്മാർ പലപ്പോഴും പറയത്തില്ല, ഉപവസിച്ച് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. ഒരു വണ്ടി കേടാ, ഹല്ലേലൂയ, കുറേ ഇത്ര മേടിച്ചതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ എന്തെടുക്കും? വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകും. ഹല്ലേലൂയ. അതിനെന്തിനാ കൊണ്ടുപോകുന്നത്? വണ്ടി ഓടുന്നുണ്ട്, പക്ഷെങ്കിൽ അതിനെയൊക്കെ ചില കാര്യങ്ങൾ, ഇഞ്ചൻ ഓയില്, അങ്ങനെ ചില കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയാ, അത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് അതിനെ പിന്നെയും ആ വർക്ക്ഷോപ്പിലോട്ട് കയറ്റുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പം ഉപവാസവും പ്രാർത്ഥന എന്തിനാ? ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം നമ്മൾ ഉപവസിക്കരുത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മുടെ ഈ ലോകത്തിൽ ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ആത്മാവ് ഹല്ലേലൂയ നമ്മുടെ ആത്മീക ജീവിതത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചോണം പ്രിയപ്പെട്ടവര്. അതിനു വേണ്ടി നമ്മൾ ഉപവസിച്ചോണം പ്രിയപ്പെട്ടവര്. അതിനു വേണ്ടി നമ്മൾ ഈ ദിവസകാലം പ്രാർത്ഥിച്ചോണം പ്രിയപ്പെട്ടവര്. നമ്മൾ എന്താ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും വൈകിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, അവർക്ക് പഠിത്തം കൊടുക്കണം, ബുദ്ധി കൊടുക്കണം, ജ്ഞാനം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനല്ല. ഒരു ദിവസകാലം ദൈവം എനിക്ക് ചെയ്തതായ എന്നെ കാത്തു സൂക്ഷിച്ചതിനായി നമ്മൾ നന്ദി പറയണം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഹല്ലേലൂയ നമ്മൾ പറയേണ്ടത്, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വല്ല കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പാ ക്ഷമിക്കണമേ അപ്പാ എന്ന് രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയിൽ നമ്മൾ പറയേണ്ട കാര്യമാണ്. മൂന്നാമത് നമ്മൾ ഹല്ലേലൂയ ആരെങ്കിലും നമ്മളെ എതിർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചോണം പ്രിയപ്പെട്ടവര്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിന്റെ മധ്യത്തിൽ എൻ്റെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. മൊർദെഖായി ഹല്ലേലൂയ യഹൂദ ജനത്തിന് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ ഉപവസിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുന്ന സഭയോട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ നമ്മുടെ വിഷയത്തെക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വേണം. ഏത് ദേശത്ത് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു ആ ഭരണകൂടത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു വേണം. അപ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ യഹൂദ ജനവും പിടിക്കപ്പെട്ടു, മൊർദെഖായി രക്ഷപ്പെട്ടു, എസ്തേറും രക്ഷപ്പെട്ടു. അങ്ങനെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമ്മളൊന്ന് റെഡി ആയിക്കുക. ഹല്ലേലൂയ. ഒരു വൃക്ഷമായി ദൈവം നമ്മളെ തോട്ടത്തിലാക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ പറയുന്നത്, ചതഞ്ഞയോടെ അവൻ ഒഴുക്കിയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ലോകം നമ്മളെ ചതച്ചോട്ടെ, ഹല്ലേലൂയ, എന്നാൽ എൻ്റെ ദൈവം അതിൻ്റെ മുകളിൽ കൂടി കറക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശത്രുവിന് ഒരിക്കലും അവൻ ഇട കൊടുക്കുകയില്ല. ഹല്ലേലൂയ. പുകഞ്ഞോണ്ടിരിക്കുമായിരിക്കും. ഹല്ലേലൂയ. ആ പുകയുന്ന തിരിക്കകത്ത് ദൈവം എണ്ണ ഒഴിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. തിരി കെടുത്തിക്കളുവാൻ ശത്രു നോക്കും പ്രിയപ്പെട്ടവരെ, എന്നാൽ അതിനകത്ത് എണ്ണ ഒഴിച്ചുകൊണ്ട് അതിനെ പിന്നെയും ഹല്ലേലൂയ പുതുക്കി പണിയുവാൻ എൻ്റെ ദൈവം ഹല്ലേലൂയ മറ്റുള്ളവർക്കൊരു വെളിച്ചമാക്കി തീർക്കുവാൻ ദൈവം ഇന്ന് രാത്രികാലം ഇവിടുള്ള ജനത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ ഇവിടെ ആയിരിക്കുന്ന ഓരോ ജനവും ഹല്ലേലൂയ പലയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിരാശയിലായിരിക്കുന്ന ജനമുണ്ട്, ബുദ്ധിമുട്ടുന്ന ജനമുണ്ട്. അവരുടെ മധ്യത്തിൽ ദൈവം നിങ്ങളെ എന്തിനാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഒരു വിളക്കായി, ഹല്ലേലൂയ, ഒരു വൃക്ഷമായി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ദേശത്ത് ഈ ദിവസകാലം ഹല്ലേലൂയ ഈ ദേശത്ത് നമ്മൾ ഹല്ലേലൂയ സാക്ഷ്യമുള്ളവരായിരിക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നമ്മളെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് കത്താൻ ഏൽപ്പിച്ചേ. ഹല്ലേലൂയ. പൗലോസ് ധൈര്യത്തോടെ ഹല്ലേലൂയ
പൗലോസിന്റെ ജീവിതത്തിൽ ആ കപ്പൽ തകരുമെന്ന് പറഞ്ഞ സമയത്ത് അവരെല്ലാരും രക്ഷപ്പെട്ട് അവർ മെലിത്തായിലെത്തിയെന്നാണ് നമുക്ക് കാണുന്നത്. ഹല്ലേലൂയ. 28-ാം അധ്യായത്തിൽ 2-3 മിനിറ്റ് കൂടെ ഉള്ളൂ. അവർ മെലിത്തായിലെത്തി. മെലിത്തായിലുള്ളവരെന്ന് പറയുന്നത് തേൻ കൈക്കൊള്ളുന്നവർ, അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അവിടെ ബർബർമാരുണ്ടായിരുന്നു. അവരെ എന്ത് ദയ കാണിച്ചെന്ന്. ഹല്ലേലൂയ. പൗലോസിനോടും കൂട്ടുകാരോടും ദയ കാണിച്ചു. ആ സമയത്ത് എന്തോ പൗലോസിന്റെ കയ്യിൽ ഒരു അണലി കടിച്ചു. ഹല്ലേലൂയ. ആ സമയത്ത് അവിടെയുള്ള ആ ബർബർമാർ ആദ്യം ദയ കാണിച്ചവർ പറയുക, ഇവൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഇവനെ കടലോ രക്ഷിച്ചു, എങ്കിലും ഇപ്പോൾ ഇവനെ എന്തോ നീതിദേവി അവനെ എന്താ പറയുന്നത്, നീതിദേവി അവനെ വിടുന്നില്ല എന്ന് കാണുന്നു. ഹല്ലേലൂയ. 28-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിൽ നമുക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയും. അവർ പറയുകയാണ്, ഹല്ലേലൂയ, അണലി ചൂട് നിമിത്തം ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബർമാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകനെന്ന് സംശയമില്ല. ഹല്ലേലൂയ. ആദ്യം ദയ കാണിച്ചു, പിന്നെ അണലി കടിച്ചപ്പോൾ എന്താ പറഞ്ഞത്, കൊലപാതകനെന്ന്. ഹല്ലേലൂയ. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ പൗലോസ് എന്നാ ചെയ്തത്, ഈ അണലി എന്നെ എടുത്തെന്നറിയാം. ആമേൻ. എവിടെ കളഞ്ഞത്? തീക്കകത്തങ്ങ് ഹല്ലേലൂയ കൊടഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. പൗലോസിലുണ്ടായ അഭിഷേകം പ്രിയപ്പെട്ടവരെ, ആ തീക്കകത്തോട്ട് അണലി അങ്ങ് കളഞ്ഞു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അവർ വെയിറ്റ് ചെയ്യുക, അവൻ വീർത്തിട്ടിനിയും ചാകുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒന്നും സംഭവിക്കാതിരുന്ന സമയത്ത് അവർ പറഞ്ഞ മനസ്സ് മാറിയിട്ട് അവൻ പറയുകയാണ്, ഇവനൊരു ദേവനായിരിക്കുമെന്ന്. ഹല്ലേലൂയ. ആ സമയത്ത് പൗലോസ് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല, ഒന്നുമേ ചിന്തിച്ചില്ല, ഒന്നും പറഞ്ഞുമില്ല. അതിൻ്റെ താഴോട്ടൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവിടെയുള്ള ആൾക്കാർ അവനെ 3 ദിവസം കൊണ്ടുപോയി ആഹാരം കൊടുത്തു. ഹല്ലേലൂയ. അവൻ്റെതായ പിതാവിന് ഹല്ലേലൂയ പനി പിടിച്ചപ്പോൾ ഹല്ലേലൂയ പൗലോസ് കൈവച്ച് അവനെ സൗഖ്യമാക്കി. അതിന് ശേഷം ഹല്ലേലൂയ ആ മൊത്തം ഗ്രാമത്തിലുള്ള ദീനക്കാർ വന്നിട്ട് അവൻ്റെ അടുത്ത് വന്ന് സൗഖ്യം പ്രാപിച്ച് കടന്നുപോയെന്ന് നമ്മൾ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. പൗലോസിനെ പോലെ, ഒരു മൊർദെഖായിയെ പോലെ ഈ ദിവസകാലം ഹല്ലേലൂയ പൗലോസ് അവിടെ ഒന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ. മിണ്ടിയേ ഇല്ല. പറഞ്ഞോട്ടെ, അവരെ കൊലപാതകൻ എന്ന് പറഞ്ഞോട്ട്, ദേവൻ എന്ന് പറഞ്ഞിട്ടോ എന്തും പറഞ്ഞിട്ട്, എന്നാൽ പൗലോസിന്മേൽ ഒരു ശക്തി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഇവിടെയുള്ള സഭയോട് പറയാൻ ആഗ്രഹിക്കുന്ന, മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യം പറയാ, എൻ്റെ ദൈവമേ നിന്റെ കൃപ എനിക്ക് മതിയപ്പാ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ജീവിക്കുവാൻ പിതാവേ നിന്റെ കൃപ 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 മാത്രം മതി പിതാവേ. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ബുദ്ധിമുട്ട് സാരമില്ല പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ എൻ്റെ അരുമനാഥൻ്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ആ കർത്താവിൻ്റെ കാഹളം കേൾക്കാൻ ഇരിക്കുന്നവർ, അതിനു മുമ്പ് നമ്മളെ തന്നെ ഒന്ന് ഹല്ലേലൂയ ഒന്ന് ശോധന ചെയ്താട്ടെ. ആ വൃക്ഷം ഹല്ലേലൂയ നട്ടുവെച്ചിരിക്കുന്ന വൃക്ഷത്തിൽ ഹല്ലേലൂയ പ്രത്യാശയുണ്ടോ എന്ന്. ഹല്ലേലൂയ. വിഷയം വരുമ്പോൾ തളരാനല്ല, വിഷയം വരുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുക. ദൈവസന്നിധിയിൽ മുട്ടുകുന്ന വ്യക്തിക്ക് ഈ ലോകത്തിലെ ഒരുത്തൻ്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ട ആവശ്യം വരികയില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ ഓരോ കാര്യവും ദൈവം ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ ഹല്ലേലൂയ ഇന്നലെ നാളെ ഹല്ലേലൂയ അക്കാര്യം തീർക്കുന്ന നാളിൽ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ അവൻ പ്രതിഫലം തരും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പൗലോസിനെ പോലെ ഹല്ലേലൂയ ഒരു മൊർദെഖായിയെ പോലെ നമ്മളൊന്ന് മിണ്ടാതിരുന്നാൽ മാത്രം മതി. നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന രാജാതി രാജാവ് ഇന്ന് രാത്രിയുടെ സമയം ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം തന്ന കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ മലയാളത്തിൻ്റെ വാക്കിൽ എന്തെങ്കിലും കുറവുകളുണ്ട്, ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം ഹല്ലേലൂയ ഞാൻ പഠിച്ചതും വളർന്നതെല്ലാം ഹിന്ദിയിലാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഓരോരുത്തരത്ത് പോകുമ്പോൾ മലയാളം ബൈബിൾ ഹിന്ദി ബൈബിൾ വെച്ചിരുന്ന് ഞാൻ വായിച്ച് ഓരോ ശബ്ദങ്ങൾ ഹല്ലേലൂയ ഓരോ വേർഡുകൾ പഠിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപയാൽ നിൽക്കുമ്പോൾ വിക്കനായ മോശയോട് കൂടിയിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ദൈവം ഹല്ലേലൂയ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, ഹല്ലേലൂയ ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിന്നെ വിടുവിച്ചതെങ്കിൽ ഹല്ലേലൂയ ഫറവോന്റെ മുമ്പിൽ നിൽക്കാനുള്ളതായ കൃപ ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, അടിങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് അനേക ഹിന്ദിക്കാരുണ്ട് ഞങ്ങളുടെ ചർച്ചുകളിൽ, അനേകരുണ്ട് പ്രിയപ്പെട്ടവരെ. എല്ലാ സൺഡേയിലും പുതിയ ആൾക്കാർ വരും, എല്ലാ സൺഡേയിലും വിടുതൽ നടക്കും. ഹല്ലേലൂയ. ഹിന്ദിക്കാരുടെ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ പ്രാർത്ഥിക്കേണ്ട, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, അവർക്ക് വിടുതല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഡൽഹി പട്ടണത്തിൽ ഹല്ലേലൂയ ദൈവം ഞങ്ങളെ
ശക്തമായി നിലനിർത്തണം. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ ഒരു എന്താ പറയുന്നത്, ഒരു നിഗളമോ ഒരു അഹങ്കാരമോ ഒന്നും അടിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അത് മാത്രം മതി ഞങ്ങൾക്ക് പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അഹങ്കാരവും നിഗളം വന്നാലല്ലോ എല്ലാം നശിച്ചു പോകും പ്രിയപ്പെട്ടവരെ. എങ്കിൽ നമ്മളൊക്കെ ആ കർത്താവിൻ്റെ വരവിൽ നമുക്ക് ഒന്നിച്ച് കാണണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിശ്വസ്തയോടുകൂടെ അവൻ്റെ വേല ചെയ്യണം. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം നിന്ന് കർത്താവിൻ്റെ ദാസനോട് സഭയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ മിണ്ടാതിരുന്നാൽ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമാണ്.